പ്രിയമുള്ളവരെ, വചനജ്വാല 1345 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ ദിവസം മെയ് 7 ബുധനാഴ്ച. എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മാതാവിൻ്റെ മെയ് മാസ വണക്കം 7-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ 105-ാം സങ്കീർത്തനം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇസ്രായേലിനെ നയിച്ച ദൈവം. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികൾ ജനതയുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ, അവിടത്തേക്ക് ഗാനം ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ, അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ, ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധിയെയും തന്നെ. അവിടുത്തെ ദാസനായ അബ്രാഹാമിന്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അബ്രഹത്തോട് ചെയ്ത ഉടമ്പടി, ഇസഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. അവിടുന്ന് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാനാൻ ദേശം നൽകും. അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസാരരും അവിടെ പരദേശികളും ആയിരുന്നു. അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു. ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല. അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ റോസ് വെനേറീനിയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. റോസ് വെനേറി ബിഷഗ്വരനായ ഗോഡ്ഫെ വെനേറീനിയുടെ മകളായി 1656 ഇറ്റലിയിലെ വിത്തർബോയിൽ ജനിച്ചു. തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യുവാവിന്റെ മരണത്തിൽ മനം നൊന്ത് അവൾ ഒരു മഠത്തിൽ പ്രവേശിച്ചു. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിധവയായ തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി അവൾ ഭവനത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. സായാഹ്നങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് പരിചിതരും അയൽപ്പക്കക്കാരുമായ സ്ത്രീകളെയും കുട്ടികളെയും അവൾ ഒരുമിച്ച് കൂട്ടുമായിരുന്നു. മതബോധ്യങ്ങളിലുള്ള അവളുടെ അജ്ഞത കണ്ട് അവൾ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നതിനെ ആരംഭിച്ചു. ഒരു ആവൃത്തിക്കുള്ളിലെ ധ്യാന നിരതയേക്കാൾ ലോകത്തിൽ ഒരു അധ്യാപിക ആയിരിക്കുകയാണ് അവളുടെ ദൈവവിളി എന്ന് തൻ്റെ ആത്മീയ ഗുരുവായ ഈശോ സഭാ വൈദികൻ ഇഗ്നേഷ്യസ് മർത്തീനിയിൽ നിന്നും ഉപദേശം സ്വീകരിച്ച റോസ് വെനേറീനി 2 സഹായികളോടുമൊത്ത്
1685 വിത്തർബോയിൽ പെൺകുട്ടികൾക്കായി ഒരു വിദ്യാലയം ആരംഭിച്ചു. ആരെയും ആകർഷിക്കുന്ന സംഭാഷണ ചാതുര്യം പഠിപ്പിക്കുന്നതിന് മറ്റുള്ളവരെ അധ്യാപനത്തിന് ഒരുക്കുന്നതിനും സാമർഥ്യവും ഉണ്ടായിരുന്ന റോസ് വെനേറിനി ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു തടസ്സത്തെയും ഭയപ്പെട്ടില്ല. 1692 ഇതിനകം പ്രശസ്തയായി തീർന്ന റോസ് വെനേറിനിയെ കർദിനാൾ ബാർബെറിഗോ തന്റെ രൂപതയായ മോന്തോഫിയാസ്കോണയിൽ സ്കൂളുകളുടെയും മേൽനോട്ടം വഹിക്കുന്നതിനും അധ്യാപകരെ പരിശീലിപ്പിക്കുന്നതിനുമായി നിയോഗിച്ചു. അവിടെ അവൾ വിശുദ്ധയായ ലൂയി ഫിലിപ്പീനിയുടെ സുഹൃത്തും മാർഗദർശിയുമായി. റോസ് വെനേറിനി വിവിധ സ്ഥലങ്ങളിൽ നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. അവിശ്വസനീയമായ രീതികളിലുള്ള എതിർപ്പുകളെ പോലും അവൾ സധൈര്യം നേരിട്ടു. ക്രൂശിത രൂപത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തന്റെ ആഗ്രഹത്തെ ഉജ്ജ്വലിപ്പിക്കാൻ അവൾ ശക്തി സംഭരിച്ചു. ലോകത്തെ ഒരു വലിയ വൃത്തമായി അവൾ വിഭാവന ചെയ്തു. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ദിവ്യബലി അർപ്പണത്തിലൂടെ പിതാവിനെ സ്വയം സമർപ്പിക്കുന്ന യേശുവിനെ അവൾ ധ്യാനിച്ചു. അതിമഹത്തായ വൃത്തം എന്ന് അവൾ വിശേഷിപ്പിച്ച് ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിനുള്ള മാർഗമായി ഈ ധ്യാന രീതിയെ റോസ് വെനേറിനി പ്രഖ്യാപിച്ചു. തന്റെ ദീർഘക്ഷമയും ദൈവത്തിലുള്ള ആശ്രയവും മൂലം എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് അവൾ 1713 ആലയം സ്ഥാപിച്ചു. ക്ലെമന്റ് 11 മാർപ്പാപ്പ ഈ വിദ്യാലയ സ്ഥാപനത്തെ പ്രശംസിച്ചു. 1728 മെയ് 7 റോമിൽ വെച്ച് റോസ് വെനേറിനി ദിവംഗതയായി. ബെനഡിക്ട് 16 മാർപ്പാപ്പ 2007 ജൂൺ 13 റോസ് വെനേറിനിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ദൈവഹിതത്തോട് ചേർത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. യാതൊന്നും ജീവിതമോ മരണമോ പോലും എന്നെ ആകുലപ്പെടുത്തുന്നില്ല. അവിടുന്ന് ആഗ്രഹിക്കുന്നത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ ശുശ്രൂഷിച്ച് സംപ്രീതയാക്കുക എന്നത് മാത്രമാണ് ഞാൻ നേടുന്നത്. പ്രിയരെ, വിശുദ്ധ റോസ് വെനേറിനിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു.